അപ്പുറത്തെ വീട്ടിലുള്ളതുപോലെ എൻ്റെ വീട്ടിലും വേണം എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് രക്ഷിതാക്കൾ മാറി നിൽക്കുക എന്നത് തന്നെയാണ് മക്കൾക്ക് ഈ കാലത്ത് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്നേഹം. ആ ഒരു വഴിയാണ്. അപ്പുറത്തെ വീട്ടിലുള്ള കല്യാണം ഇങ്ങനെ നടന്നു, നമ്മുടെ കല്യാണവും ഇങ്ങനെ നടക്കണം. ഈ മകനക്ക് അതിനുള്ള വരുമാനം ഉണ്ടോ? ഉണ്ടാവില്ല. അപ്പുറത്തെ വീട്ടിലത്തെ മകനക്ക് നല്ല വരുമാനം ഉണ്ടാകും. അതേ വരുമാനം ഈ മകനക്ക് ഉണ്ടാകുമോ? ഇല്ല. നമ്മൾ കുട്ടനെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്നു, നമ്മൾ മക്കളെ കൊണ്ട് കടം പേടിപ്പിക്കുന്നു, നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. പാടില്ല. രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. അനാവശ്യമായ അനാചാരങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കണം. മിഠായി കൊടുക്കുക എന്നതിൻ്റെ പേരിൽ എത്ര പൈസ ചെലവഴിക്കുന്നത്? ഒരു കല്യാണത്തിന് എൻട്രി, ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും ഒരു എൻട്രി എത്ര രൂപ ചെലവഴിക്കുന്നത്? ഒരു കല്യാണത്തിന് ആവശ്യധികം എത്ര ഫുഡാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇങ്ങനെ അനാവശ്യമായ വിഷയങ്ങൾ എത്ര ചെലവ്. എന്തതിന് കാരണം? അത് അവൻ്റെ കല്യാണം അല്ലെങ്കിൽ അവളുടെ കുട്ടറെ കല്യാണം ഇങ്ങനെ ഉണ്ടായിരുന്നത്, അപ്പം നമ്മൾ തീരെ കുറയാൻ പാടില്ല, എനിക്ക് മോശമാണ് എന്ന് പറഞ്ഞ് വലുതാക്കും. പാടില്ല. അപ്പൊ രക്ഷിതാക്കൾക്ക് ഈ കാലത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സേവനം ഇതാ. മക്കൾക്ക് മോനെ നിന്റെ കയ്യിലുള്ളതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. ഉമ്മക്കും ഉപ്പക്കും ഒക്കെയാണ്. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, ഉമ്മക്കും ഉപ്പക്കൊന്നും പ്രശ്നമല്ല, നമ്മുടെ ഓക്കെയാണ്. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മതി. മോൻ്റെ കയ്യിൽ 10 ആൾ വിളിക്കാനേ ചിലവുള്ളൂ, അങ്ങനെ നടത്തിയാൽ മതി. വെറുതെ അനാവശ്യമായിട്ട് മക്കളെ കൊണ്ട് ഒരുപാട് ചെലവുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് അവരെ. അത് ഇന്നത്തെ കാലത്ത് മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയും അനീതിയാണ്. പിന്നെ ഇതിൽ നിന്ന് എഴുന്നേറ്റ് പോരാൻ നമ്മുടെ മക്കൾക്ക് കഴിയാതെ വരും. നമ്മൾ മക്കൾക്ക് ദുആ ചെയ്ത് കൊടുക്കുന്ന ഉമ്മമാരാണ്, മക്കൾക്ക് അസുഖം വന്നാൽ കരയുന്ന ഉപ്പമാരാണ്, ഒക്കെ ശരിയാണ്. അവർക്ക് വേണ്ടി പ്രവാസ ജീവിതം നയിക്കുന്നവരും അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവരും. പക്ഷേ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒന്ന്, അവരുടേതായ ഒരു ചെലവിൻ്റെ അവസ്ഥയിലോട്ട് വരുമ്പോൾ ഒരു കാരണവശത്താലും അവരെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഇത്ര പവൻ മഹറിടണം, ഇത്ര ആളുകളെ കല്യാണത്തിന് വിളിക്കണം, ഇന്ന രൂപത്തിലൊക്കെ ചെയ്യണം എന്ന് പറയരുത്. മകൻ്റെ അടുത്ത് എന്താ ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് ജീവിച്ചോളട്ടെ.